നമസ്കാരം സാർ. നമസ്കാരം സാർ, ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. ലീഗിൻ്റെ പരമോന്നത അധികാര കേന്ദ്രമായ പാണക്കാട് തറവാട്ടിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രസ്താവനയാണ്. അതെ. എന്താണ് സാർ ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത്? ദൂരവ്യാപകമായ നിരവധി കാര്യങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാവും. എന്താണ് സാർ ലീഗ് ഉദ്ദേശിക്കുന്നത്? ലീഗ് ഒരിക്കലും കടുത്ത കാര്യങ്ങൾ പുറത്തു പറയില്ല. അത് ഒരു സോപ്പിട്ട് ഒരു ഐസ്ക്രീം ഇട്ട് അത് കുത്തിത്തിരികയുള്ളൂ. തന്ത്രപരമായി വായിലേക്ക് കുത്തിത്തിരികയാണ്. നമ്മൾ നോക്കുമ്പോൾ ഐസ്ക്രീം ആയിരിക്കും, അല്ലെങ്കിൽ ശരീരത്തിലാണെങ്കിൽ നല്ലൊരു സുഗന്ധ സോപ്പായിരിക്കും, ചന്ദ്രിക സോപ്പായിരിക്കും ഇടുന്നത്. അങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെടില്ല, പക്ഷേ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതിനപ്പുറവും കിട്ടാൻ അർഹതയുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. ഞാൻ നോക്കിയിട്ട് അവർ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം UDF എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. ഇതിനു മുമ്പ് വരെ UDF എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ കേരളത്തിനെ BJP ഒഴിവാക്കിയത്. കാരണം ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ പോയാൽ നിങ്ങൾ ലീഗിനെയാണ് ആദ്യം നശിപ്പിക്കാൻ പോകേണ്ടത്. അത് അവർക്ക് താല്പര്യമില്ല. കാരണം ലീഗ് ഇവിടെ നിന്നാലേ BJPക്ക് വളരാനുള്ളൂ. BJP വളരണമെങ്കിൽ കോൺഗ്രസ് നശിക്കണം, മാർക്സിസ്റ്റ് പാർട്ടി നശിക്കണം, LDF നശിക്കണം, UDF നശിക്കണം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ലീഗ് നശിക്കണം എന്ന് ഒരു ബുദ്ധിയുള്ള BJPക്കാരനും പറയില്ല. കാരണം BJPക്ക് വളം എന്ന് പറയുന്നത് ലീഗാണ്. ലീഗിന്റെ മുദ്രാവാക്യങ്ങളാണ് BJPക്ക് നാളെ കൗണ്ടർ മുദ്രാവാക്യങ്ങളായിട്ട് പ്രയോഗിച്ച് തങ്ങളുടെ വോട്ടുകൾ ബലപ്പെടുത്താൻ. BJPയുടെ വെള്ളവും വളവും ലീഗിന്റെ മുദ്രാവാക്യങ്ങളും നിലപാടുകളുമാണ്. അപ്പൊ അതിനകത്ത് ഒരു വെള്ളം ചേർക്കാൻ കേന്ദ്ര സർക്കാരോ BJPയോ ഒട്ടും തന്നെ തയ്യാറാവില്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം ഈ സത്യം UDFകാർ അറിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് അറിയുന്നില്ല. കോൺഗ്രസ് ആണല്ലോ അതിന്റെ നേതൃത്വം എടുക്കുന്നത്. അവര് ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കുക ഹൈക്കമാൻഡ് പേര് നിശ്ചയിക്കും. പക്ഷേ ഇവിടെ ഒരു ലോ കമാൻഡുണ്ട്. അത് പാണക്കാട് തങ്ങളുടെ വസതിയിലായിരിക്കും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ നിശ്ചയിക്കുക. ആ നിശ്ചയം വാസ്തവത്തിൽ തീരുമാനമെടുക്കുന്നത് പാണക്കാടായിരിക്കും. അതിൻ്റെ പ്രഖ്യാപനം ഡൽഹിയിൽ നിന്ന് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ലീഗ് പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനമൊന്നുമല്ല, മുഖ്യമന്ത്രി സ്ഥാനമാണ് കിട്ടേണ്ടത്. കാരണം എന്താണ്? അവർ 27 സീറ്റിൽ മത്സരിച്ചു. നിങ്ങൾ നോക്കിയോ, അവർക്ക് 21 സീറ്റ് യാതൊരു സംശയവും കൂടാതെ കിട്ടും. ഇനി പേരാമ്പ്രയും ഒക്കെ കൂടെ, അതായത് TP രാമകൃഷ്ണനെ തകർത്തുകൊണ്ട് ഫാത്തിമ തഹ്ലിയ അവിടെ ജയിക്കുകയാണെങ്കിൽ 22 സീറ്റ് വരെ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഏതാണ്ട് 100% മലപ്പുറം ജില്ല, 16 സീറ്റ് അവിടെ തന്നെ കിട്ടും. ഇപ്പം നമ്മൾ പൊന്നാനി പിടിക്കും, തവനൂർ പിടിക്കും, താനൂർ പിടിക്കും എന്നൊക്കെ പറഞ്ഞില്ല. അതൊന്നും പിടിക്കാൻ പോകണില്ല. ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. ആ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം ഇന്നത്തെ പുതിയ അതൊന്നും ബാധകമല്ല. എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റിൽ വ്യത്യാസമില്ല. അവിടെ പോളറൈസേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. അത് ന്യൂനപക്ഷ പോളറൈസേഷൻ വടക്കും മധ്യ കേരളത്തിലും നടന്നിട്ടുണ്ട്. തെക്കോട്ട് BJPയും CPMഉം ഒക്കെ കൂടെ ഒരു മിശ്രിതമാണ്. അത് എന്തെന്ന് ത്രികോണ മത്സരം പോലെ നിൽക്കുന്നതുകൊണ്ട് റിസൾട്ട് വന്നാലേ പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ലീഗിന് ഇന്ന് വരെ കേരള ചരിത്രത്തിൽ കിട്ടാത്ത ഒരു അപ്രമാദിത്യം ഈ 2026 ഉണ്ടാകും. അതായത് സാർ 2001 ലീഗിന് കിട്ടിയ ഒരു മേൽക്കൈയുണ്ട്. അതിനേക്കാൾ അപ്പുറം അതുക്കും മേലെയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം അന്ന് നല്ല നട്ടലുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിലുണ്ടായിരുന്നു. കോൺഗ്രസിൽ അതുപോലെ സീറ്റും ശക്തിയും ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് സത്യത്തിൽ പിളർന്നിട്ട് പോലും അന്ന് ഉമ്മൻചാണ്ടിക്ക് ഭയക്കണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. കോൺഗ്രസിന് സീറ്റ് കിട്ടും. ആ സീറ്റ് ആരുടേതാണ്? വണ്ടൂരിൽ ജയിക്കുന്ന അനിൽകുമാർ, AP അനിൽകുമാർ ആരുടെ? ഒരിക്കലും ലീഗിനെ തള്ളി പറയില്ല. അദ്ദേഹം ലീഗാണ്. അദ്ദേഹം ലീഗിന്റെ ഇപ്പൊ കോൺഗ്രസിന്റെ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹം ലീഗായിരിക്കും, അല്ലേ? അതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടുന്ന് ജയിക്കുന്നത് ആരായിട്ടായിരിക്കും? ലീഗിന്റെ ബലത്തിലാണ്. ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും. കോഴിക്കോട് സൗത്തിലോ നോർത്തിലോ അവിടെയാണ് അവരാണ് നിൽക്കുന്നത്. അല്ല, ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലീഗിന് പകരം എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ ആ സീറ്റിൽ ജയിക്കുന്നത്
കോങ്ങാട് ജയിക്കുന്നത് ആരായിരിക്കും? അതും നിശ്ചയിക്കുന്നത് ലീഗാണ്. അങ്ങനെ അഴീക്കോട് ജയിക്കുന്ന ആരായിരിക്കും? അത് നിശ്ചയിക്കുന്ന ലീഗ് തന്നെയാണ്. അപ്പൊ ലീഗിന്റെ കൂടെ കണ്ണൂര് ജയിക്കുന്ന ആരാണെന്ന് നിശ്ചയിക്കുന്നത് ലീഗിന് വലിയ സ്വാധീനം. ജയിക്കുകയാണെങ്കിൽ ആ ജിയോ മോഹന്റെ വോട്ടായിരിക്കില്ല അവിടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടായിരിക്കില്ല അവിടെ, കൂടുതൽ ലീഗിന്റെ സപ്പോർട്ടായിരിക്കും. കടന്നപ്പള്ളി രാമേന്ദ്രൻ തോൽക്കുകയാണെങ്കിൽ അത് ലീഗിന്റെ വോട്ട് കൊണ്ടായിരിക്കും. ജയം ലീഗിന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മലപ്പുറം, കോഴിക്കോടിന്റെ ബോർഡർ ഭാഗങ്ങൾ, അതുപോലെ തന്നെ കണ്ണൂരിന്റെ ബോർഡർ ഭാഗങ്ങൾ, വയനാട് ഫുള്ളായിട്ട്, ഇപ്പുറത്ത് വരുന്ന മണ്ണാർക്കാട്, പാലക്കാട് ബോർഡർ മൊത്തം, അതുപോലെ തന്നെ കാസർഗോഡ്, പിന്നെ തൃശ്ശൂരിലെ ചില ഭാഗങ്ങളും, എന്തിന് എറണാകുളത്ത് ആലുവയായാലും പിന്നെ കളമശ്ശേരി ആയാലും തൃശ്ശൂരിലെ ഗുരുവായൂരപ്പനിരിക്കുന്ന ഗുരുവായൂരായാലും ലീഗിന്റെ വോട്ട് കൊണ്ടായിരിക്കും. ലീഗിന്റെ വോട്ടാണ് അവിടെ UDFനെ വിജയിപ്പിക്കുന്നത്. അപ്പം ലീഗ് ജയിക്കുന്നത് മാത്രമല്ല, ലീഗിന്റെ കെയർ ഓഫിലായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിക്കുക. അപ്പം അത്രയ്ക്ക് വലിയ ഒരു സെറ്റപ്പിലേക്ക് ലീഗ് പോയിരിക്കുകയാണ്. മലബാറിലും കൊച്ചിയിലും, നമ്മൾ പഴയ ഒരു സങ്കല്പത്തിൽ പറഞ്ഞ മലബാറിലും കൊച്ചിയിലും ലീഗ് ചെലുത്തുന്ന സ്വാധീനം, അതാണ് പണ്ട് ലീഗ് പിന്നെ കൊച്ചിയിൽ അത്ര സ്വാധീനം ചെലുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലീഗിന് സ്വാധീനം ചെലുത്താൻ തക്ക വിധത്തിൽ ശക്തി LDFും UDFും കാലാകാലങ്ങളായി ചേർന്നവർക്ക് കൊടുത്തു. ഇനിയിപ്പോൾ അവർക്ക് ഇത് മാറ്റാനൊക്കില്ല. ഇന്നിപ്പോൾ അവർ കൊല്ലത്ത് വരെ അങ്ങനെ ഡിമാൻഡ് ചെയ്യില്ലേ? വടക്കോട്ടും മാത്രമല്ല തെക്കോട്ടും അവർ ഡിമാൻഡ് ചെയ്യാണ്. ഇരവിപുരം ഞങ്ങളുടേതാണെന്ന് പറയില്ലേ? ചടയമംഗലം ഞങ്ങൾക്കാണെന്നല്ലേ പറയുന്നത്? മുമ്പൊരിക്കൽ ഞങ്ങൾക്കാണെന്നല്ലേ പറയുന്നത്? ഇരവിപുരത്തുനിന്ന് ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്, PKK മന്ത്രിയൊക്കെ. അങ്ങനെ അവർക്ക് പിന്നെ നല്ല ബേസ് ഉള്ള സ്ഥലം. ചടയമംഗലത്ത് ബേസ് ഉണ്ട്, ഇരവിപുരത്ത് ബേസ് ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരെ അവർക്ക് സീറ്റുകൾ കൊടുക്കാൻ, പണ്ട് പിന്നെ കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചിരുന്നത് ലീഗിന്റെ സ്ഥാനാർത്ഥികളും ജയിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ ലീഗിന് ഓൾ കേരള ബേസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവർ ചിലത് കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തിയിട്ടുണ്ട്, ചിലത് ഇപ്പോൾ CP ജോണിനെ പോലെ മറ്റ് ആൾക്കാരെ പോലെ നിർത്തി, രമയെ പോലെ നിർത്തിയിരിക്കുന്നവരും ഒക്കെ ലീഗിന്റെയും കൂടെ സത്യത്തിൽ ലീഗിന്റെ നോമിനികളാണ് അവരൊക്കെ. അങ്ങനെ ആവാൻ പറ്റുള്ളൂ സാർ. അപ്പോൾ ഈ പ്രസ്താവനയുടെ ശരിയായ അർത്ഥം, അതായത് ഞങ്ങളുടെ മന്ത്രിസഭ ഞങ്ങൾ നിശ്ചയിക്കും, പക്ഷേ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ ഐസ്ക്രീം വായിൽ വെച്ച് തരും. ഐസ്ക്രീമിനകത്തിരിക്കുന്ന ലിഖിതങ്ങൾ നിങ്ങൾ നാവിൻ്റെ തുമ്പിൽ വെച്ച് രുചി അറിഞ്ഞ് ഞങ്ങൾക്ക് തന്നോണം. അതായത് ഞങ്ങളൊന്നും അങ്ങോട്ട് പറയില്ല, നിങ്ങൾ അറിഞ്ഞതെല്ലാം ചെയ്തു. അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ്? UDFന് 85 കിട്ടിയാലും UDFന് 80 കിട്ടിയാലും ഇനി 90 കിട്ടിയാലും അതിൻ്റെ വോട്ടിൻ്റെ ഏതാണ്ട് 90% ഞങ്ങളുടെ വകയാണ്. സാർ, അവിടെ ഒരു സംശയം. ഈ സീറ്റുകൾ കുറഞ്ഞു വരുംതോറും ലീഗിൻ്റെ സമ്മർദ്ദം കൂടി വരും. അതെ. പക്ഷെ സീറ്റുകൾ കൂടി വരുമ്പോൾ ലീഗിന് അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ? അത് നിശ്ചയിക്കേണ്ടത് ക്രിസ്ത്യൻ സഭകളാണ്. അവിടെയാണ് ക്രിസ്ത്യൻ സഭകളുടെ തനി സ്വഭാവം വെളിയിൽ വരാൻ പോകുന്നത്. ഇത്രയും നാളും ഐക്യം പറഞ്ഞില്ലേ, FCRAയും മറ്റും പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നിച്ചാണ്. ലീഗിന് പകരം FCRAയ്ക്ക് വേണ്ടി ചാടിയത് ഇവിടുത്തെ സഭകളാണ്, സഭയിലെ മെത്രാന്മാരാണ്. പക്ഷേ ഇവിടെ വരുമ്പം കളി മാറി. ഇത്തവണ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് കിട്ടിയാൽ എന്താ പുളിക്കുമെന്ന് ചിലപ്പം സഭയിലെ ചിലർ ചോദിക്കാം. താങ്കൾ പറഞ്ഞ പോലെ വ്യത്യസ്തമായൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ് വരുന്നതെങ്കിൽ, അതായത് അപ്രമാദിത്വം വരികയും കോൺഗ്രസിനും കുറേ സീറ്റുകൾ കിട്ടുകയും കോൺഗ്രസിന് ഇപ്പോൾ 2 സ്പോൺസേർഡ് കാൻഡിഡേറ്റ് ആണ്. വടക്ക് മലബാറിൽ പരിപൂർണമായിട്ടും ലീഗ്, പിന്നെ മധ്യ കേരളത്തിൽ എറണാകുളമായാലും ഇടുക്കി ആയാലും കോട്ടയം ആയാലും പത്തനംതിട്ട ആയാലും കുറച്ച് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളായാലും കൊല്ലത്തിന്റെ കുറച്ച് ഭാഗങ്ങളായി ഇപ്പോൾ ലാറ്റിൻ ക്രിസ്ത്യൻ അവരുടെ വോട്ട് കൊണ്ടാണ് തീരദേശങ്ങളിൽ വിജയിക്കുന്നെങ്കിൽ വിജയിക്കും. ഇപ്പോൾ കനത്ത പോളിംഗ് നടന്നിരിക്കുന്നത്, നെയ്യാറ്റിൻകരയിൽ കനത്ത പോളിംഗ്. തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ ജയിക്കുന്നെങ്കിൽ ആരായിരിക്കും അതിന്റെ പിന്നിൽ? അതിന്റെ പിന്നിൽ സഭയാണ്. അല്ല, CP ജോണിന് എത്ര വോട്ടുണ്ട് ഇവിടെ? CMPക്ക് എത്ര വോട്ടുണ്ട്? അപ്പോൾ CMPക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ ആളില്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാര് സഭ ഇത്ര അറിഞ്ഞ് പിന്തുണ കൊടുക്കുന്നു. പിന്നെ ആ സന്ദർഭത്തിൽ സഭയും ഇതുപോലെ ഡിമാൻഡ് വയ്ക്കും. അപ്പോൾ ഇത് ഐക്യത്തിൽ വന്ന മുന്നണിയിൽ
സഭയും ലീഗും തമ്മിലുള്ള ഒരു സാറേ അപ്പോൾ സത്യത്തിൽ കോൺഫ്രണ്ടേഷൻ സാധ്യത ഉണ്ട്. UDF എന്ന് പറയുന്നത് ഒരു ഐക്യ മുന്നണിയാണോ ഒരു അനൈക്യ മുന്നണിയാണോ അത് മെയ് 4-ാം തീയതി കഴിഞ്ഞാൽ? അത് നിങ്ങൾ നോക്കിയോളുക. 69 ഈ സാധനം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ UDF എന്ന് പറയുന്നത് അനൈക്യ മുന്നണിയാണ്. പക്ഷെ അത് ജനത്തിന് ഇതൊരു തമാശയായിട്ട് എടുക്കും എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പത്രത്തിൽ കാർട്ടൂൺ വരും, പത്രത്തിൽ 5-ാം മന്ത്രി വരും, 6-ാം മന്ത്രി വരും, പിന്നെ മൈക്ക് തള്ളുന്നത് വരും. ഇങ്ങനെ കാർട്ടൂണിനുള്ള വിഷയങ്ങൾ കാർട്ടൂണിസ്റ്റുകൾക്ക് അടുത്ത 5 വർഷം UDF ആണ് വരുന്നതെങ്കിൽ ബഹുരസമായിരിക്കും. നല്ല വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം കേരളത്തിൽ തൊപ്പി വെച്ചൊരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ പുറകിൽ ചില പിന്നെ പണ്ട് ചില മെമിക്രികൾ കാണിക്കുമായിരുന്നു. കൈയില്ലാത്തവൻ്റെ പുറകിൽ ഒരാൾ നിന്നിട്ട് കൈ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് ബീഡി വലിക്കുന്നു, തല ചൊറിയുന്നു, പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നു, ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നു. ഇതെല്ലാം പുറകിൽ നിന്ന് കാണിക്കുന്ന കൃത്യമായ പിൻസീറ്റ് ഡ്രൈവിംഗ് കൃത്യമായിട്ടുണ്ടാവും. അതിൽ മുഖ്യമന്ത്രി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മെയ് 4-ാം തീയതി കഴിഞ്ഞാൽ ഐക്യമുന്നണി ശരിയായ അനൈക്യ മുന്നണിയായിട്ട് ജനങ്ങളെ മുന്നിൽ അതായത് സത്യപ്രതിജ്ഞ ചെയ്ത ഇനി ഒരു പക്ഷേ ഹൈക്കമാൻഡിൻ്റെയും കൂടെയൊക്കെ നിർബന്ധം കാരണം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതോ അതിൻ്റെ പിന്നിൽ കൈകാലുകൾ കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് കോണി വെച്ച് നോക്കണം. അവിടെയും കോണി വേണ്ടി വരും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 4-ാം തീയതി കഴിയട്ടെ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.